ഗുഡ് മോദിക്കർ മോർണിംഗ്. എന്താണ് ലോയൽറ്റി എന്ന് നമുക്ക് നോക്കാം. മോദിക്കർ കൺസൾട്ടൻ്റായ ഒരു വ്യക്തി ഈ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ ഫസ്റ്റ് മന്ത് 7000, സെക്കൻഡ് മന്ത് 7000, തേർഡ് മന്ത് 7000, ഫോർത്ത് മന്ത് 7000, ഫിഫ്ത്ത് മന്ത് 7000, സിക്സ്ത് മന്ത് 7000, ഇങ്ങനെ കണ്ടിന്യൂസ് ആയി 6 മാസം 7000 രൂപയുടെ പർച്ചേസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 7ാമത്തെ മാസം നിങ്ങൾക്ക് 7000 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിൽ ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ 6 മാസം കണ്ടിന്യൂസ് ആയി 7000 രൂപയുടെ പർച്ചേസ് ചെയ്ത ഒരു വ്യക്തിക്ക് 7ാമത്തെ മാസം 7000 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് ലഭിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ആ 7ാമത്തെ മാസവും കണ്ടിന്യൂസ് ആയി നിങ്ങൾ പിന്നെയും 7000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുകയാണ് എന്നിരിക്കട്ടെ. 7, 8, 9, 10, 11, 12 ഇങ്ങനെ കണ്ടിന്യൂസ് ആയി 12 മാസം പർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ കാത്തിരിക്കുന്നത് 14,000 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് ആണ്. ഈ 14,000 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ടോട്ടൽ 21,000 രൂപയുടെ ഫ്രീ പ്രൊഡക്ട്സ് ആണ് ഒരു കൊല്ലത്തേക്ക് നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. ചില ആളുകളുടെ ചോദ്യം എല്ലാ മാസവും 7000 രൂപയ്ക്ക് തന്നെ പർച്ചേസ് ചെയ്യണ്ടേ എന്നായിരിക്കും. അങ്ങനൊരു നിബന്ധന ഒരിക്കലും ഇല്ല. 7000 രൂപയുടെ സ്ലാബ് വെച്ച് നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രം. 3000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 6 മാസം കഴിഞ്ഞ് 7ാമത്തെ മാസം 3000 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് ലഭിക്കുകയും അതോടൊപ്പം തന്നെ 12 മാസം നിങ്ങൾ അതുപോലെ കണ്ടിന്യൂസ് ആയി 3000 രൂപയ്ക്കാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ 6000 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് 13ാമത്തെ മാസം ലഭിക്കുന്നതാണ്. അവിടെയും നിങ്ങൾക്ക് ഒരു കൊല്ലത്തേക്ക് 9,000 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് ആണ് ലഭിക്കുന്നത്. 7000 രൂപയുടെ ഒരു സ്ലാബ് വെച്ചാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇത് ഒറ്റ ബില്ലിൽ തന്നെ ചെയ്യണ്ടേ 7000 രൂപയ്ക്ക് എന്നാണ് അടുത്ത ചോദ്യം നിങ്ങളുടേത് എങ്കിൽ. അങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. 1000, 3000 അങ്ങനെ വെച്ചായാലും 7000 രൂപ ആവാം. ഇതിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-ാം തീയതി മുതൽ 25-ാം തീയതി വരെയാണ് ഇതിനുള്ള സമയം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഈ ഒരു ഡേറ്റിനുള്ളിൽ നിങ്ങൾ ഈ ഒരു പർച്ചേസിങ് നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. 25-ന് ശേഷം ബില്ല് ചെയ്യുന്ന ഒരു വ്യക്തി ലോയൽറ്റിയിൽ പെടുന്നതല്ല. പുതുതായി ജോയിൻ ചെയ്തൊരു വ്യക്തിക്ക് 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ റീപർച്ചേസ് ഓഫറും അതുപോലെ തന്നെ ലോയൽറ്റിയും അനുവദിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ലോയൽറ്റി എന്താണെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. 25-ാം തീയതി വരെ നിങ്ങൾക്ക് സമയമുണ്ടല്ലോ എന്ന് കരുതി നിങ്ങളുടെ ലോയൽറ്റി നിങ്ങൾ നീട്ടിക്കൊണ്ട് പോവാതിരിക്കുക. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ബില്ല് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അത്രയും മാസം ബില്ല് ചെയ്ത ലോയൽറ്റി നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ ലോയൽറ്റി ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. 25-ാം തീയതി കഴിഞ്ഞ് ബില്ല് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ലോയൽറ്റിയിലേക്ക് പെടുത്താൻ സാധ്യമല്ല എന്ന് എടുത്തെടുത്ത് ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളോട്. അതുകൊണ്ട് ഈ ഒരു 25-ാം തീയതി ആവുന്നതിന് മുമ്പേ നിങ്ങൾ നിങ്ങളുടെ ലോയൽറ്റി ചെയ്യുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പർച്ചേസിങ് DPകളിൽ നടത്തുമ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന MCA നമ്പർ കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കുക. നിങ്ങൾ MCA നമ്പർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് തന്നെയാണോ വന്നിട്ടുള്ളത് എന്ന് അവരോട് ചോദിച്ച് അറിയുക. അവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളുടെ പേര് അറിയണം എന്നില്ല. അതുകൊണ്ട് ഒരു നമ്പർ മാറിപ്പോയി കഴിഞ്ഞാൽ അത് വേറെ ആളുടെ പേരിലേക്ക് നിങ്ങളുടെ പർച്ചേസിങ് മൊത്തമായിട്ട് പോയി കഴിയും. അത് പിന്നെ മാറ്റാൻ സാധിക്കുന്നതല്ല. അതിനാൽ MCA നമ്പർ പറഞ്ഞു കൊടുത്തതിന് ശേഷം നിങ്ങളുടെ പേര് തന്നെയാണ് വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ പർച്ചേസിങ് നടത്തുവാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്.